ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ യു കെൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. റൂൾസും അതുപോലത്തെ ഇപ്പോൾ എല്ലാവരും എന്നെപ്പോലെ എല്ലാവരും യു കെക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണ്, എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും. പക്ഷേ യു കെക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരോടും അന്വേഷിക്കണം. നിങ്ങൾ യു കെനെ കുറിച്ച് നന്നായി അറിഞ്ഞിട്ട് മാത്രം വന്നാൽ മതി. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യു കെയിൽ വന്നാൽ കുറച്ച് നല്ലോണം സഫർ ചെയ്യും. കുറേ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്, കുറേ നെഗറ്റീവും ഉണ്ട്. ഞാൻ എന്തൊക്കെയാണ് പോസിറ്റീവ് എന്തൊക്കെയാണ് നെഗറ്റീവ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യു കെക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും മണിക്കൂറിനല്ല പേ കിട്ടുക. ഇവിടെ യു കെയിൽ മണിക്കൂറിനാണ്. പിന്നെ ഇവിടുത്തെ ഒരു മിനിമം പേ ഉണ്ട്, ലെവൽ 0.45. അതായത് നാട്ടിലത്തെ 1100 റുപ്പീസ്. അതാണ് ഇവിടുത്തെ മിനിമം പേ. 100 ലെവൽ 0.44 ആ ഒരു റേഞ്ച്. അപ്പോൾ ആ ഒരു റേഞ്ചാണ് മിനിമം പേ നമുക്ക് കിട്ടുക. പിന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ. നാട്ടിലൊന്നും ഒരിക്കലും മണിക്കൂറിന് പേ കിട്ടില്ല നമുക്ക് അധികവും. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവാണ്. പിന്നെ ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന യു കെ വന്നാൽ അടിപൊളിയാണ്. യു കെയിൽ വന്നു വെച്ച് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് നല്ലോണം സ്ട്രഗ്ലിങ്സ് ഉണ്ടാവും. ഞാനൊക്കെ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ഗേൾ തന്നെയാണ്. ഫുഡ് പോലും നാട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയൊന്നുമില്ല, അമ്മ ഉണ്ടാക്കി തരും, അത് കഴിക്കും. അല്ലാണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് കുക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മൾ യു കെക്ക് അവിടെ പോയി എല്ലാം പഠിക്കും, എല്ലാം ഓക്കെ ആവും. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പെട്ടാൽ മതി എന്നുള്ളതായതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ വരാൻ തന്നെ നമ്മൾ നോക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനും അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം. അതാണ്. ഇപ്പോൾ കുക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ഫുഡില്ല. പിന്നെ എത്ര തന്നെ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കും. ഇവിടെ പറഞ്ഞാൽ നാട്ടിലത്തെ ഓരോന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാത്തിലും നല്ല വില കൂടുതലാണ് നാട്ടിലത്തെ വെച്ച്. നമ്മളിവിടെ ഒരു സംഭവം വാങ്ങിക്കുമ്പോൾ തന്നെ ഇപ്പം വന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നാട്ടിലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യും. അപ്പം നമുക്കൊന്നും വാങ്ങിച്ച് കഴിക്കാനായിട്ട് തോന്നില്ല. പക്ഷേ അതൊരിക്കലും പറ്റില്ല. ഈ പൗണ്ട് റുപ്പീസായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റില്ല. എല്ലാണ്ട് ഇവിടെ പോയാൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ലൈഫ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നാട്ടിലത്തെ ഓരോന്ന് കമ്പയർ ചെയ്താൽ നമുക്കൊരു രസവും എന്താ പറയുക, അങ്ങനെ കമ്പയർ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓരോന്നും ഇപ്പോൾ എൻ്റെ റൂമിലുള്ള ചേച്ചിയും അവിടെ ഒരു ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു. ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അതൊക്കെ മെല്ലെ മെല്ലെ പഠിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ച പോലത്തെ വർക്കും കിട്ടണം എന്നില്ല. ഞാനൊക്കെ വന്ന ടൈമിൽ വെയർ ഹൗസിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഈ വെയർ ഹൗസിലത്തെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി അല്ലെങ്കിലേ തണുപ്പ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണതിൻ്റെ ഉള്ളിൽ -1 ഡിഗ്രി തണുപ്പാണ്. അയ്യോ, അത് ഭയങ്കരമാണ്. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അവിടെ വർക്ക് ചെയ്തത് എനിക്ക് ഒട്ടും ആലോചിക്കാനും ഒന്നിനും എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് ആലോചിക്കുമ്പോൾ തന്നെ. അങ്ങനെയൊക്കെ നമ്മൾ നല്ലോണം സ്ട്രഗിൾ ചെയ്യണം. യു കെയിൽ വന്നാൽ നല്ല സ്ട്രഗിൾസ് ഉണ്ട്. അത്രയൊക്കെ തന്നെ. എനിക്കിപ്പോൾ എന്തൊക്കെ പറയാൻ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കുറച്ച് ലോങ് വീഡിയോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെടുക്കണോണ്ട് എനിക്കറിയില്ല എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. പിന്നെ ഒരു ദിവസം ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി എനിക്ക് എന്തൊക്കെ വീഡിയോ, എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യണം എന്നുള്ളത്. എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.